ഇന്ന് നമ്മൾ ഒരു ചരിത്ര നിർമ്മിതിയിലേക്കാണ് പോകുന്നത്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ നിന്നും 36 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം. ഏതാണ്ട് 6 ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രവും ഉപക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചോള സംസ്കാരത്തിന്റെ തലസ്ഥാനമായ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ രാജരാജ ചോള രാജാവിന്റെ മകനായ രാജേന്ദ്ര ചോളൻ പണികഴിപ്പിച്ച ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം. ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഭാഗമായിട്ടുള്ള ഈ ക്ഷേത്രം സംരക്ഷിച്ച് പരിപാലിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. രാജരാജ ചോളന്റെ കാലഘട്ടത്തിലാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ നൃത്തസംഗീത കലകളുടെ സ്ഥാനമായിരുന്നു തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. ഈ ക്ഷേത്രത്തിൽ മാത്രം 50ഓളം ഗായകരും 400ഓളം ഭരതനാട്യ നർത്തകിമാരെയും ധാരാളം വാദ്യക്കാരെയും ചക്രവർത്തി നിയോഗിച്ചിരുന്നു. രാജരാജ ചോളൻ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിനെ വെല്ലുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെങ്കിലും ഏതാണ്ട് അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിതാവായ രാജരാജ ചോളൻ നിർമ്മിച്ച ക്ഷേത്രത്തെക്കാൾ വലിയ ക്ഷേത്രം നിർമ്മിക്കാൻ രാജേന്ദ്ര ചോള രാജാവിന് താല്പര്യം ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് പിതാവിനോടൊപ്പം രാജ്യം ഭരിച്ച് കൂടുതൽ പ്രദേശങ്ങൾ ചോള രാജ്യത്തിൻ്റെ ഭാഗമാക്കാനായിരുന്നു താല്പര്യം. രാജേന്ദ്ര ചോളൻ ഈ ക്ഷേത്രം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. രാജേന്ദ്ര ചോളൻ സൗത്തിൽ നിന്ന് നോർത്തിൽ പോയി ഡക്കാൻ പ്രദേശത്തെ രാജാക്കന്മാരെയെല്ലാം പരാജയപ്പെടുത്തി വങ്കനാട് വരെ പിടിച്ചെടുത്ത് ഗംഗ വരെ എത്തിയെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് ഈ ക്ഷേത്രം പണിയുന്നത്. അതുകൊണ്ടാണ് ഗംഗൈകൊണ്ട എന്ന പേര് ഈ ക്ഷേത്രത്തിന് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. ഗംഗാനദിയിൽ നിന്നും 1000 പൂർണ്ണ കുംഭങ്ങളിൽ ഗംഗാജലം കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൽ കുംഭ അഭിഷേകം നടത്തിയെന്നും കരുതപ്പെടുന്നു. ഒരു കാലത്ത് ഇതൊരു രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. ഇന്ന് ബൃഹദീശ്വര ക്ഷേത്രവും ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രവും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമാണ്. ഡക്കാൻ പ്രദേശത്തെ രാജാക്കന്മാരെ നേരിട്ട് പരാജയപ്പെടുത്തുകയും ശ്രീലങ്ക വരെ പിടിച്ചടക്കുകയും ബർമ്മ, മാലിദ്വീപ്, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലയ, പെറു, ബംഗാൾ, ബീഹാറിലെ നിരവധിയായ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്ത പ്രദേശങ്ങൾ 13ാം നൂറ്റാണ്ട് വരെ ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം കാവേരി നദി കേന്ദ്രീകരിച്ച് പാണ്ഡ്യന്മാരുടെ അധിനിവേശം ശക്തമായപ്പോൾ ആണ് ചോള സംസ്കാരം തകർക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. 8ാം നൂറ്റാണ്ടിൻ്റെയും 9ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ നിർമ്മാണം ആരംഭിച്ച ഈ ക്ഷേത്രത്തിൽ ഇന്നും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായി നിത്യപൂജകൾ നടക്കുന്നുണ്ട്. കിഴക്ക് ദിശയെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ക്ഷേത്രം മനോഹരമായ കൊത്തുപണികളാലും ശില്പങ്ങളായും സമ്പന്നമാണ്. ക്ഷേത്ര ഗോപുരത്തിന് 180 അടിയോളം ഉയരമുണ്ട്. അതായത് തഞ്ചാവൂർ പെരിയ കോവിലിൻ്റേതിൽ നിന്നും ചെറിയൊരു കുറവ് മാത്രം. ഈ ക്ഷേത്രത്തിലെ 13 അടി ഉയരമുള്ള ശിവലിംഗം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ ചന്ദ്രകാന്ത കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. ഇത് ചൂടുകാലങ്ങളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കുളിർമ നൽകുകയും തണുപ്പുകാലത്ത് ചൂട് നൽകുകയും ചെയ്യുന്നു. 20 അടി ഉയരമുള്ള നന്ദി ശില്പം ക്ഷേത്രത്തിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുണ്ട്. ചുണ്ണാമ്പ് കല്ലും ചെങ്കല്ലും ചേർത്താണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം നന്ദി ശില്പത്തിൽ തട്ടി അത് ശ്രീകോവിലേക്ക് പ്രതിഫലിക്കുന്ന രീതിയിലാണ് നന്ദി സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മനോഹരമായ രൂപവും വടിവുകളും എല്ലാം ചേർന്ന് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിനെ തഞ്ചാവൂർ പെരിയ കോവിലിന്റെ സ്ത്രീ മാതൃകയായി കണക്കാക്കപ്പെടുന്നു. പ്രധാന ക്ഷേത്രത്തിന് ഇരുവശവും തെൻ കൈലാസം, വട കൈലാസം എന്നീ അറിയപ്പെടുന്ന 2 ഉപക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ഇന്ന് അതെല്ലാം നശിക്കപ്പെട്ട അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കാലപ്പഴക്കം കൊണ്ടും ആക്രമണങ്ങൾക്ക് വിധേയമായും രാജേന്ദ്ര ചോളന്റെ കാലത്ത് ഉണ്ടായിരുന്ന പ്രൗഢിയുടെ ഏകദേശം പകുതി മാത്രമായിരിക്കും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അന്നത്തെ തലസ്ഥാന നഗരത്തിന്റെ ഗാംഭീര്യമൊന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കില്ല. പല ആക്രമണങ്ങൾക്കും വിധേയമായിട്ടുണ്ടെങ്കിലും പ്രധാന ക്ഷേത്രത്തിന്റെ പ്രൗഢിക്ക് ഇപ്പോഴും മങ്ങലേറ്റിട്ടില്ല. 11ാം നൂറ്റാണ്ടിലെ ചോള കലാവിരുതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ ശില്പങ്ങൾ. ചോള സാമ്രാജ്യത്തിന്റെ പ്രധാന ചിഹ്നമാണ് സിംഹം. ഗംഗാജലം ചോളനാട്ടിലേക്ക് കൊണ്ടുവന്ന് സിംഹത്തിനെ കാവൽ നിർത്തിയിരിക്കുന്നത് പോലെ പ്രതീകാത്മകമായിട്ടാണ് സിംഹകേണി എന്ന് അറിയപ്പെടുന്ന കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പൂജാസമയം എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ 12 വരെയും വൈകുന്നേരം 4 മുതൽ 8 വരെയാണ്. അങ്ങനെ ചോള കാലഘട്ടത്തിന്റെ പ്രൗഢിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം തലയെടുപ്പോടെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള പ്രധാന വിവരങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.